ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഐ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, സ്മോക്കി ഐ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എങ്ങനെ ഈ സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് ചെയ്യും, അതെങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐ ഷേഡോ വെച്ച് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്മോക്കി ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഐ ഷാഡോ പാലറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തന്നെ. ആൻഡ് അത് വെച്ചൊരു സിമ്പിൾ സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് ഈ കാണുന്ന സെലിബ്രിറ്റീസ് എല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഉള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഐ ഷാഡോ പാലറ്റ് വേറെ ഒരു ബ്രാൻഡിൻ്റെ അല്ല, ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ആണ്. നമുക്കറിയാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവരിറക്കുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ആയിട്ട് മേക്കപ്പ് ഫീൽഡിലോട്ട് വരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഹൈ എൻഡ് പ്രൊഡക്ട്സ് വാങ്ങി അത് ഉപയോഗിച്ച് ഒരിക്കലും പോസിബിൾ അല്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും ഭയങ്കര റേറ്റിലുള്ള ഒരു സാധനം വാങ്ങി ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പേടിയാണ്, മനസ്സിലായോ? അപ്പോൾ ഇത് ഫസ്റ്റൊക്കെ ഈ ചെറിയ ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്ത് മീൻസ് നമ്മൾ അതിൽ പ്രോ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ വലിയ ബ്രാൻഡ്സിലോട്ട് പോവാം. പിന്നെ വേറെ കുറേ ആൾക്കാർക്ക് ഒരു പേടിയുണ്ടാവും, റേറ്റ് കുറഞ്ഞ സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാവും ഫേസിൽ, അങ്ങനെയൊക്കെ വരും. ബട്ട് ആദ്യം വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ആൻഡ് ദിസ് ഈസ് ദി ഐ ഷാഡോ പാലറ്റ് ഫോർ സ്മോക്കി ഐസ്. സോ ദിസ് ഈസ് ദി ഐ ഷാഡോ പാലറ്റ്. ഇതിൽ ലൈറ്റ് ബ്രൗണ്, ഡാർക്ക് ബ്ലാക്ക് ആൻഡ് ദിസ് ഷിമ്മർ ഷെയ്ഡ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് കൂടെയാണ്. ഈവൻ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇത് മാത്രം മതി. ആ കുട്ടീൻ്റെ ഐ ഷാഡോ വലിയ വലിയ സെറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് മാത്രം മതി ഒരു കുട്ടിക്ക് ഐ മേക്കപ്പ് ഫിനിഷ് ആക്കാൻ. ഇത് ഞാൻ വാങ്ങിയിട്ട് 2 മാസത്തോളമായി. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഐ ആം എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടു. ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇതിലെ ബ്ലാക്ക് സ്മോക്കി ഐസിന് പെർഫെക്റ്റ് ആണ്, സ്മഡ്ജിങ് അല്ല, നല്ല പിഗ്മെൻറ്റഡും ആണ്. ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക് പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതുവരെ ആ ഒരു പ്രൊഡക്ട്സിൽ നിന്ന് യാതൊരു സൈഡ് ഇഫക്ട്സോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. കുറഞ്ഞ ഇതിൽ ഇത്രയും നല്ല നല്ല സാധനങ്ങൾ എങ്ങനെ അവർക്ക് ഇറക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇപ്പം ഞാൻ അവരെ പല ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അവരെ പ്രൊഫഷണൽ ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ, ബ്ലഷ്, ഹൈലൈറ്റർ, മസ്കാര, എവ്രിതിങ് ഞാൻ യൂസ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മേക്കപ്പിൽ ഐ വിൽ സജസ്റ്റ് എവ്രി വൺ ഇൻസൈറ്റ് കോസ്മെറ്റിക്സ്. ഓക്കെ ഗൈസ്, മൈ ബേസ് ഡൺ. അതും കൂടെ ചെയ്ത് വീഡിയോ ലാഗ് ആക്കിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് വേഗം ചെയ്തത്. ഇനി ഐ മേക്കപ്പ് ആണ് ഇതിൽ ചെയ്യാനുള്ളത്, ഈ ഐ ഷാഡോ വെച്ചിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഇതിൽ ഈ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ആണ് നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്തിരി എടുക്കുക, ടാപ്പ്, എക്സസ് ആയിട്ടുള്ള പോവാനാണ്. നെക്സ്റ്റ് അപ്ലൈ. ഐ മേക്കപ്പിലോട്ട് വരുന്നതിന് മുന്നേ കൺസീലർ വെച്ചിട്ട് ഹൈഡ് ചെയ്യണം, എന്നാലേ ഐ ഷാഡോൻ്റെ പിഗ്മെൻറ്റ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കുള്ളൂ. ആഫ്റ്റർ ദിസ് ടു ദിസ്, ഓക്കെ, ഇത് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്, നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. എപ്പോൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങുക, ഓക്കെ. ഈ ഭാഗത്തു നിന്ന് ഒരിക്കലും ഐ ഷാഡോ തുടങ്ങരുത്, ഇവിടുന്ന് തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരിക. ബ്ലെൻഡിങ് ആണ് എല്ലാത്തിൻ്റെയും ഒരു പെർഫെക്ഷൻ, മനസ്സിലായോ? എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്തത് റെഡിയാക്കുന്നോ അത്രത്തോളം ഐ ഷാഡോ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. അതിലത്തെ ഒരു ബ്രഷ് മാക്സിമം നൈസ് ആകുന്ന അത്രയും നല്ലത്, കാരണം നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. സ്മോക്കി ഐസിന് ബ്രഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായോ? കുറച്ച് വലിയ ബ്രഷ് ആണെങ്കിൽ ഒരിക്കലും ആ ഒരു വൃത്തിക്ക് നമുക്ക് കിട്ടൂല. സോ നമ്മളെപ്പോഴും ഒരു ചെറിയ ബ്രഷ് വേണം സ്മോക്കി ഐസിന് നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ, ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് ഈ ബ്രഷ് വെച്ച് ഇവിടെ ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലത്തെ ഒരു ബ്രഷ്, ഇതുപോലത്തെ. ആക്ച്വലി ഇത് രണ്ട് കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഐലൈനറിൻ്റെ വാല് റെഡിയാക്കാൻ, അല്ലെങ്കിൽ ഇവിടെ റെഡിയാക്കാൻ, അതല്ലെങ്കിൽ ഐബ്രോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ് ഈ ബ്രഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രഷാണ് ഇത്. മീൻസ് എല്ലാത്തിനും പറ്റും. മീൻസ് ആ പെർഫെക്റ്റ് ലൈനൊക്കെ റെഡി ആവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബ്രഷ്. ഇതിലാണ് ബ്ലാക്ക് ഷെയ്ഡ് പ്ലസ് ബ്രൗൺ. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഡാബ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പീലിനോട് ചേർന്നിട്ട് ഐലൈനർ വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റൊക്കെ വരച്ച് കുളമാക്കരുത്. ഇനിയിപ്പോൾ ഇവിടെ ഓവറായി പോയി എന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട, കാരണം നമുക്ക് സ്മഡ്ജ് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഇപ്പൊ തന്നെ അപ്പോൾ ഇങ്ങനൊരു ബ്രഷ് എടുത്തിട്ട് ഇവിടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ. ആക്ച്വലി എനിക്ക് ഫോൺ നോക്കി ചെയ്യുന്നതൊന്നും റെഡി ആവുന്നില്ല. ഞാനൊരു മിററിൽ നോക്കി ചെയ്യാം. Wow, I like this. സ്മഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറവാണോ, മീൻസ് ബ്ലാക്ക് ഷെയ്ഡ് കുറവാണോ അതോ ഇത് മതിയോ എന്ന്. എനിക്കിപ്പം കുറവായിട്ടാണ് തോന്നുന്നത്. സോ കുറച്ചും കൂടെ ബ്ലാക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഞാൻ പറയട്ടെ, എനിക്ക് ആ ഫസ്റ്റ് കാണിച്ചെന്ന ഒരു ലൈൻ വെച്ചിട്ടാ ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ വരച്ചില്ലേ, അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യം എനിക്ക് വരാറില്ല. ഒന്നാമത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാവും ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മീൻസ് കുളമാവേണ്ട കരുതിലാണ്. ഫസ്റ്റായിട്ടാണ് ഒരാൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇത്തിരി കുളമാവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാൻ ഇതിനു മുന്നേ ഇതുമാതിരി ഇതുപോലെ കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ആ ബ്രഷ് വെച്ചിട്ട് പണ്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് ഒരുമാതിരി ഈ ബ്രൗണും ബ്ലാക്ക് ഷെയ്ഡിന് ഭയങ്കര ഒരു ഇതിന് പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഓവറായി കഴിഞ്ഞാൽ കണ്ണിന് ഇടി കിട്ടിയ പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആവരുതല്ലോ. സോ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കുറച്ചൊക്കെ പ്രോ ആയിട്ട് നമുക്ക് ഇത്രയ്ക്ക് വലിപ്പമുള്ള, മീൻസ് ഈ വലിപ്പമുള്ളാത്ത ഉദ്ദേശിച്ച് ഈ ഒരു വലിപ്പമുള്ള വെച്ച് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ കഴിയും. അതിന് കുറച്ചൊരു എക്സ്പീരിയൻസ് വേണം. സ്മൂക്കൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ബ്രഷ് വെച്ച് മാത്രമേ തുടങ്ങാവൂ. എന്നിട്ട് ലൈറ്റായിട്ട് ഇട്ടിട്ട് സ്മഡ്ജ് ചെയ്ത് റെഡിയാക്കിയാൽ മതി. ഓക്കെ, സോ ഓക്കെ, ബ്യൂട്ടിഫുള്ളി നൈസ് സ്മഡ്ജ്. രസല്ലേ? മേലെ മാത്രം സ്മഡ്ജിങ് മതി എന്നുള്ള ഒരാൾക്ക് ദിസ് ഇനഫ്. ഓക്കെ, ബട്ട് ഒരു സ്മൂക്കേജിന് എന്തായാലും ചെയ്യല്ലോ, എന്നാൽ പിന്നെ അടിയിൽ കൂടെ ചെയ്യല്ലോ. സോ അടിയിൽ ആദ്യം നമ്മളൊരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ഉള്ളിൽ വാട്ടർ ലൈനിൽ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ. അപ്പം ഞാൻ ആദ്യം വാട്ടർ ലൈനിൽ കാജലെടുത്ത് ഓക്കെ ആ കാജൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. സാധാരണ സ്മോക്കേസിൽ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കലാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇതൊന്നാകെ പരന്ന് വരും. കാജൽ സ്റ്റിക്കല്ല, എന്തായാലും പരക്കും. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ പരക്കും. സോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ സ്മോക്കേസ് ചെയ്യുമ്പം കാജൽ സ്റ്റിക്കിൻ്റെ മേലെ ഒന്നെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് കൊടുക്കണം, എന്നാലും കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ വേറെ ലുക്കാണല്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ ബ്രൗണും ബ്ലാക്കും വെച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ്ലി ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ. ഇതോ ഏത് ഷെയ്ഡാണെങ്കിലും എടുക്കുക, രണ്ട് മിക്സ് ആയിട്ട് എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് അടിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കാരണം കണ്ണ് കുത്തും. പിന്നെ കണ്ണിലേക്ക് ആവാതെ നമ്മൾ നോക്കും വേണം. ഓക്കെ, നൈസായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, കാണുന്നുണ്ടോ ഈ സ്മോക്കി ഐസ് ലുക്ക്? നൈസ് അല്ലേ? നല്ല ഇഷ്ടം. എന്തെങ്കിലും സ്മോക്കി ഐസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഏത് മേക്കപ്പ് ചെയ്താലും സ്മോക്കി ഐസിൽ ഞാൻ അങ്ങോട്ട് പോയിക്കും, മനസ്സിലായോ? ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടാണ്. ഇനി മസ്കാര ഇട്ട് കൊടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മളെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ സ്മോക്കി ഐസ്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്റ്റൈലാവും സ്മോക്കി ഐസ് ചെയ്യുന്നത്. എൻ്റെ വേ ഓഫ് എങ്ങനെയാണ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്ന്, ഈ ഐ ഷാഡോയിൽ ഷിമ്മർ ഷെയ്ഡ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫെസ്റ്റീവ് സീസൺ ആണെങ്കിൽ, ഇപ്പോൾ ഒരു വെഡ്ഡിങ് ആ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇതിനൊരു ഷിമ്മർ ഷെയ്ഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ ബോൾഡായിരിക്കും ഐസ്. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇത് വേണമെങ്കിൽ കാണിച്ചു തരാം. കാണുമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇറ്റ്സ് റിയലി പിഗ്മെൻറ്റഡ്. ഇത് ഒന്നും കൂടെ എടുത്ത് കാണിക്കുക ഈ ബ്ലാക്ക് ഷാഡോൻ്റെ മേലെ ഇടുമ്പോഴാണ്, അതായത് ഇതിൻ്റെ മേലെ ഇടുമ്പോഴാണ് ഒന്നും കൂടെ എടുത്ത് കാണിക്കുക. അപ്പം അതും നിങ്ങളൊന്ന് നോക്കണം. അതായത് ഈ സ്മോക്കി ഐസിൻ്റെ കൂടെ ഷിമ്മർ ഷെയ്ഡ് കൂടെ വരുന്നത് മറക്കരുത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 190 ആണ് കാണുന്നത്. ഞാനിത് നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. എന്തോ ഓഫർ, എന്തോ 5% സംതിങ് എന്തോ ഓഫറുള്ള സമയത്താണ് ഞാൻ വാങ്ങിയത്. 90 160 സംതിങ് എന്തോ ആണ് ഞാൻ വാങ്ങിയിട്ട് ഓർമ്മയില്ല. ആൻഡ് ഇത് worth for money. And if you are new to my channel, please like and subscribe my channel. And ഇതുപോലെ ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ആസ് എ യൂട്യൂബർ സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ നമുക്ക് കുറേ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പം ഞാൻ കരുതി ആദ്യം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് തുടങ്ങാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇതിൽ തുടങ്ങിയത്. ഇനി ഇതുപോലെ ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ഇന്ന് ഐ ഷേഡോ ഇനി നാളെ എന്താണെന്നറിയില്ല. ഇനി അതുപോലെ പിന്നെ ഞാൻ ഇട്ട ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് മസ്കാര ഏതാ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇറ്റ്സ് മീ ബൈഹ മാർട്ടിൻ. സീ യു. ബൈ.